ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ മഞ്ഞ ജെല്ലൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ കുറച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലേ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഉണക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചട്ടി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ എല്ലാവരും വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നാൽ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ മുഴുവനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ഇവിടെ ഉറച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറ്റാർ വാഴ ഒന്നിട്ട് കൊടുക്കാം. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി കിട്ടണം കേട്ടോ. അതുവരെ തന്നെ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതുവരെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കരിഞ്ജീരകം, അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടിയാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുമ്പോൾ ഈ ഒരു മുകളിൽ വരുന്ന ആ പതയില്ല, അത് നന്നായിട്ട് അടങ്ങി വരും കേട്ടോ. അതുവരെ തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള പച്ച ഇലയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടൊക്കെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടി വളർച്ചയായാലും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കരുത്തോട് വളരാനും മുടി നല്ല കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് റോസ്മേരി വാട്ടർ. ഇതിലടങ്ങിയിട്ടുള്ള കാർണോസിക് ആസിഡ് രക്തപ്രവാഹം കൂട്ടുകയും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ മുടി വളർച്ചയ്ക്കും മുടി നന്നായിട്ട് കറുപ്പോട് വളരാനും നല്ല കരുത്ത് കിട്ടാനും സഹായിക്കുന്നത് തന്നെയാണ്. ഞാൻ അരിച്ചെടുക്കാതെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ കഴിയാനാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് യൂസ് ചെയ്യാം. കുറച്ച് സമയം വെയിലത്തൊക്കെ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതുപോലെ ഞാനൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എത്ര തന്നെ സവാള കിലോ കണക്കിന് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും കണ്ണെരിയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞതിന് ശേഷം കയ്യിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈയൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷ് ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് സമയം ഉപ്പിലായനിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ബാക്ടീരിയകളൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽസ് ഒക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ കുറച്ച് കല്ലുപ്പും ഏതെങ്കിലും ഒരു അരിയും കുറച്ച് ചുടുവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുലുക്കിയിട്ടൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നൊരു സ്റ്റിക്കിലൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ അനായാസമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ഞാനിവിടെ മുളക് പൊടിയും അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കുറേ വെളിച്ചെണ്ണ ഒന്നും എടുക്കേണ്ട, കുറച്ച് മാത്രം ആവശ്യമായിട്ട് വരികയുള്ളൂ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ എല്ലാ മസാലയും കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇതുപോലെ ഈ ഒരു മസാല മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി ലെമണാണ് ഞാനിവിടെ പിഴിഞ്ഞെടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ വിനീഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുഴുവനായിട്ടുള്ള ഒരു മീനാണ് ട്ടോ എടുക്കുന്നത്. അന്നേരം നന്നായിട്ട് നമുക്ക് മസാല ഇതിലൊന്ന് തേച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നന്നായിട്ട് എല്ലായിടത്തും മസാല പിടിക്കുകയുള്ളൂ. അതിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും ഒക്കെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മസാലയൊക്കെ നല്ല കോട്ടായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2 കറിവേപ്പിലയും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് മീൻ വെച്ചിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറിയതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമുറി സവാളയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാഴയിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഇതുപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മസാലയും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മീനിനെ ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വാഴനാര് വെച്ചിട്ട് തന്നെയാണ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പലോടുന്നൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചൂടാവി പോകുന്ന നല്ല കിടിലൻ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു മീൻ മാത്രം മതി, കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ മസാലയുടെ കൂടെ ഈ കോട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തെ തോലല്ല കേട്ടോ, ഒരു 5-6 ദിവസത്തെ തോലി ഞാനൊന്ന് എടുത്തു വെച്ചതായിരുന്നു. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയിലും അടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തൊലി ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കറുപ്പ് നിറമാകുന്നവരെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വെളുത്തുള്ളിയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം ഫ്രൈ ആയി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയല്ല, ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ചില ആളുകളുടെ തലയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ചില സ്ഥലങ്ങളിൽ മുടി തീരെ ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ആ സ്ഥലങ്ങളിൽ ഒന്ന് ഒരാഴ്ച വരെയൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് കിളിർത്ത് വരും കേട്ടോ. തലയിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് സമൃദ്ധമായി വളരാൻ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് എണ്ണ ഉണ്ടാക്കി നമ്മൾ തലയിൽ തേച്ച് വരികയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഹെയർ ഓയിൽ ഒന്നുമല്ല, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളിൻ്റെ തൊലി നന്നായിട്ട് ബ്ലാക്കായി വന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കയ്യിൽ തേച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആവണക്കെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ നരച്ച മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വെള്ളമായാലൊന്നും ഒലിച്ചു പോകുകയൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടല്ലോ, വെള്ളത്തിലൊക്കെ ഞാൻ മുക്കിയിട്ട് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ പോകുന്നില്ല.
ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മുടിയിലും ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉജാല ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഉജാല നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ലൊരു വെണ്മ ലഭിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഉജാല. അത് മാത്രമല്ല ഉജാല വെച്ചിട്ടുള്ള കുറേയധികം ക്ലീനിങ് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഉജാല ഞാൻ ആ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാൾ ടൈലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലും നമ്മുടെ ക്ലോസറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. യാതൊരു കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. വെറും ഉജാല വെള്ളം മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അന്നേരം ഇതുപോലൊരു ഫില്ലറും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഒഴിച്ചു കൊടുക്കാനുള്ളൊരു കൺവീനിയൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫില്ലർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ഫില്ലർ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ കറ പിടിച്ച ക്ലോസറ്റിലേക്ക് നമുക്ക് രാത്രി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രാവിലെ ഫ്ലഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരച്ചൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ അതുപോലെ തന്നെ ബ്രഷൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ക്ലീൻ ആയി വരും കേട്ടോ. ഏകദേശം ഒരു 3 പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ ആ സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടല്ലേ, അത് ഞാൻ ഒരച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം ഉജാല വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്ലഷ് ചെയ്യുമ്പോൾ തന്നെ ആ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മളുടെ ക്ലോസറ്റൊക്കെ പുത്തൻ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ, ഞാനിത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കുഴൽക്കിണർ വെള്ളം ഉള്ളവരുടെ ക്ലോസറ്റ് ആയിരിക്കും ഇതുപോലെ നന്നായിട്ട് കറയുണ്ടാവുക. ഇതിലധികം കറയൊന്നുമില്ല കേട്ടോ. ഞങ്ങളിവിടെ കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഴൽക്കിണറിൽ വെള്ളം യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഇതിൽ കറ പിടിക്കുമല്ലേ. അപ്പോൾ ഈ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പള നമുക്ക് മിന്നിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.